എങ്ങനെയുണ്ട് ഉണ്ണി ചേട്ടാ മോൺട്രിയൽ? ഒന്ന് പറഞ്ഞു. അമേസിംഗ് അല്ലേ, ഒന്നും പറയാനില്ലല്ലോ. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ട് കളർഫുൾ അതാണ്. ഇത്രയും നേരം കണ്ട സ്ട്രീറ്റ് വ്യൂസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അസാധ്യം എന്ന് പറഞ്ഞ അസാധ്യം. മോൺട്രിയൽ സ്മോക്ക് നൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല, ഇതിനകത്തോട്ട് നോക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഹൈവേ വ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ നമ്മളിപ്പോൾ ഉള്ളത് മോൺട്രിയലിലാണ്. മോൺട്രിയലിന്റെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. കുറച്ച് പേരൊക്കെ റെഡിയായി, കുറച്ച് പേരൊക്കെ റെഡി ആവുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിച്ച് സ്വിമ്മിംഗ് പൂള് കലക്കിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മാടിനെ ഇറക്കി കുളം നശിപ്പിക്കുകയാണ്. എന്താ നിങ്ങൾ കണ്ടോ ഇതിന്റെ അകത്ത് റൂമിന്റെ ഇത് ഞെക്കുന്ന കൂടത്തി റൂമിന്റെ താഴോട്ട് പോകാൻ വേണ്ട, മുകളിലോട്ട് വരുമ്പോ മാത്രം സേഫ്റ്റി. ഇത് ആർക്കും കയറി മുകളിലോട്ട് വരാൻ പറ്റാതിരിക്കാൻ. Anybody can go down, but upstairs റൂമിലോട്ട് വരണമെങ്കിൽ കീ കാർഡ് വേണം. Anybody cannot come. It won't work. Cold water, coffee. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട നമുക്കെല്ലാം എക്സ്ട്രീംലി പോഷ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ കിട്ടിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് 6 പേർക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും അത് നന്നായി. ബ്രേക്ക്ഫാസ്റ്റിന് കിടിലൻ സാധനങ്ങളൊക്കെ ആണല്ലോ. ഇത് എന്നൊക്കെ എടുത്തേക്കുന്നത് നീനുസ? ഞാൻ ബേഗൽസും ബട്ടറും ക്രീം ചീസും. കുഞ്ഞിന് എന്നാണോ ചക്കര കഴിക്കുന്നത്? Peanut butter and bread and fries. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നേരെ സ്വിമ്മിംഗ് പൂൾ ടൈം. മോൺട്രിയലിന്റെ വ്യൂ കണ്ട് മെമ്മറീസ് ആയി വറക്കുന്ന ഉണ്ണിച്ചേട്ടനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, എന്താണ് ചിന്തിക്കുന്നത്? പള്ളി നോക്കിയതാണ്. ഏത് പള്ളി? ഈ പള്ളിയോ? പള്ളി അതല്ലേ നമ്മൾ പോകുന്ന പള്ളി. അതെ. അതിന്റെ പേരെന്നായിരുന്നു? സെന്റ് ജോസഫ് ഫോറട്രി. ഭയങ്കര വ്യൂ അല്ലേ? ഓ, കീടിയിലാം വ്യൂ. അങ്ങനെ ഒരു ദിവസത്തെ അടിപൊളി സ്റ്റേക്ക് ശേഷം ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് എങ്ങോട്ടാണ് നീനുസ? സെന്റ് ജോസഫ് ഫോറട്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ജാപ്പനീസ് ഈറ്ററി, ലൈക്ക് നൂഡിൽസിന്റെ. ഓക്കെ, അതാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഓൾഡ് പോർട്ട്. ഓക്കെ, then Notre Dame and then come back. ഓക്കെ. എന്തായാലും ഇതൊന്നും ക്ലിയർ അല്ല. പുറത്തിറങ്ങി ഓരോരോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇന്ന് ഫുൾ ദിവസം മോൺട്രിയൽ അടിച്ചു പൊളിക്കാന്നാണ് പരിപാടി. അപ്പൊ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോവാം. Let's go. Yes. Let's go എന്ന് പറ. Let's go. Let's go. We secured inside. നമ്മുടെ ഈ ഹോട്ടൽ നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ്. ഞാൻ നിങ്ങളെ ഇതിന്റെ റിസപ്ഷൻ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഇതാണ് ഹോട്ടലിന്റെ ലോബി വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കൂടാതെ ഇതാണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട് നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ലോഞ്ച് പല ആംബിയൻസിലും അല്ലെ കളർ തീമിലും ഒക്കെ കോർഡിനേറ്റഡ് ആയിട്ട്. അതോടൊപ്പം തന്നെ അതാണ്ട് ഇവിടെ ഒരു ബാറും ഉണ്ട്. അതോടൊപ്പം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വേണ്ടേ ഫോട്ടോഗ്രാഫിയിൽ തകർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീം മെമ്പേഴ്സിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയോ? വേണ്ട, ഇതായിരുന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ് ഏരിയ കേട്ടോ. ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തായാലും അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ സെന്റ് ജോസഫ് ഫോറട്രി.
മനുഷ്യരാ അപ്പൊ നേരെ സെന്റ് ജോസഫ് ഓറട്ടറി. സെന്റ് ജോസഫ് ചേച്ചിക്ക് വേണോ? സെന്റ് ജോസഫ് ഓറട്ടറി. ദിസ് ഇസ് മൈ ന്യൂ റൈബൺ ക്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാൽ എന്റെ കാലി കണ്ടിട്ട് അങ്ങനെയുണ്ട്. അതൊക്കെ മ്യൂട്ട് ചെയ്ത് നമ്മള് വേറെ മ്യൂസിക് എടുത്തു. എന്നെ കണ്ടോടാ, എന്റെ സ്റ്റൈല് കണ്ടോടാ, 4 പേരെ ചവിട്ടിക്കുന്ന ഗ്ലാസ് കണ്ടോടാ. ഒന്നും പറയാനില്ല. സൺലൈറ്റ് ഉണ്ട്. ഇഫ് യു വാണ്ട് ഗ്ലാസ് യു ഷുഡ് വെയർ. അപ്പം മോൺട്രിയൽ നഗരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ട്രക്കിൽ പോകുമ്പോഴത്തേക്കും മോൺട്രിയൽ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു ട്രക്കേഴ്സിന്റെ ആസ്പെക്റ്റിൽ നിന്നുള്ള കാഴ്ചകളല്ലേ. മിക്കവാറും ലോഡ് എടുക്കുന്നതും ഡെലിവറി ചെയ്യുന്നതുമായ സ്ഥലങ്ങളൊക്കെ. ഇതിപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ണിച്ചേട്ടൻ വണ്ടി ഓടിക്കാനുണ്ട്. എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഫാമിലി ആയിട്ട് ചില്ലടിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ എന്നാന്ന് പറയുന്നത് ട്രക്ക് പോകാത്ത റൂട്ടുകളിൽ കൂടെ കൊണ്ടുവരുന്ന കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റാമെന്നുള്ള ഒരു സാധനം. അത് കൂടാതെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്കിളിനെയും ആൻറ്റീനെയും ബീന ചേച്ചീനെയും ജോർജ് ചേട്ടനെയും ഒക്കെ കാണുക, അവരോട് ഒത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവർ നമുക്ക് ചെയ്തു തന്ന ഒത്തിരി നന്മകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക, അല്ലെ ആ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ആ ഒരു കടപ്പാട് കാണിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതെന്തായാലും നടന്നു. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഏത് യാത്രയും സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വേണ്ട ഇന്ധനം ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നീനുസാണ്. വില എന്ന് പറയണടാ, ഒന്ന് പറഞ്ഞേ. 143. അത് വീഡിയോയിൽ പറയടാ. 143. എനിക്കത്ര ഹാപ്പി അല്ല. ഇന്നലെ 119 ആയിരുന്നു. മനസ്സിലായോ? നമ്മൾ അടിക്കാൻ വന്നപ്പോ 143. എന്തൊരു വിധ കുന്നായ്മ, വെറുതെ അങ്ങ് കൂട്ടുക. പറയാൻ പറ്റിയ മൂഡിലല്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഞാൻ കലിപ്പില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യുന്നില്ലായിരുന്നു ഗ്യാസ്. ഫ്രഞ്ച് ആകോപ്പ് മനസ്സിലാവുന്നില്ലൊന്നും. ഉദ്ദേശത്തിൽ അങ്ങ് താങ്ങുക. 70 അടിച്ചേക്കുന്നത് അത് മതിയോ? ഓക്കെ, അത് മതി. ബാക്കിയുള്ളടത്ത് നമുക്ക് റീഫിൽ ചെയ്യാം. നിങ്ങൾ കണ്ടോ? പള്ളി. ഇതാണ് നമ്മുടെ സെന്റ് ജോസഫ് ഓറട്ടറിയുടെ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുണ്ടായിരുന്ന വ്യൂ. It's not a mountain, it's a church. Yeah. ഇതാണ്ട് സെന്റ് ജോസഫ് ഓറട്ടറി വരുന്നതിന് പാർക്കിങ്ങിന് അല്ലെ നമുക്ക് അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ടിക്കറ്റ് ഉണ്ട്. 30 minutes to 1 hour $3.75 ലെഫ്റ്റ്. അങ്ങനെ നമ്മൾ വേണ്ട പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് ഓറട്ടറിയിലേക്ക് കയറാൻ പോവാ കേട്ടോ. നമ്മൾ ഈ വലിയ പള്ളി കണ്ടില്ലേ മോൺട്രിയലിലെ, ഇത്രയും വലിയ പള്ളിയിലെ അച്ഛൻ നമ്മുടെ മലയാളി അച്ഛനാ. വർഷങ്ങളായിട്ട് ജോമോൻ അച്ഛൻ. നമുക്ക് ഭാഗ്യമുണ്ടേ പുള്ളീനെ ഒന്ന് കാണാൻ കുർബാനയിൽ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ കാണാന്നാ പറഞ്ഞത്. ഇപ്പൊ വിളിച്ചിട്ട് എടുക്കണില്ല. ചിലപ്പോ കുർബാന ഞായറാഴ്ചയല്ലേ, കുർബാന വല്ല. നമ്മുടെ പിങ്കിമോൻ ഉണ്ടായ സമയത്തും ജോമോനച്ഛനാണ് വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നത്. നല്ല അടിപൊളി അച്ഛനാ, നല്ല കമ്പനി, നല്ലൊരു അച്ഛൻ. കാണാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പഴയ ഫോട്ടോ ഇടാം. അതെ, നമ്മൾ ഇവിടെ കൊണ്ടുവന്നോണ്ടിരുന്ന ആൽബിനും ജിൽസനുമാ. ആൽബിന്റെയും ജിൽസന്റെയും കൂടെ വരുമ്പോ അച്ഛന്റെ സ്പെഷ്യൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് മോള് വരെ കാർ കൊണ്ടൊക്കെ പോകാൻ പറ്റും. അച്ഛന്മാരുടെ ഇതിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ വലിയ സ്റ്റെപ്പ് കണ്ടോ ആ കയറി പോകുന്നത്. ആ സ്റ്റെപ്പിൽ കൂടെ കയറി പോയി ചെല്ലുമ്പോൾ കാല് വയ്യാത്തവരുടെ കാലിന്റെ വയ്യാഴിക മാറും. സോ ആ സ്റ്റിക്കും കൊണ്ട് വന്ന് ഇവിടുത്തെ നേർച്ചയാ ഉപേക്ഷിക്കും ആ സ്റ്റിക്ക് അവിടെ കാലിന്റെ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കുറെ സ്റ്റിക്കുകൾ ഇരിക്കുന്നത്. അതെന്നാ അതാ അതിന്റെ കഥ. ഈ സ്റ്റെപ്പ് കയറി പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാലിന്റെ വയ്യാഴിക മാറി ആ സ്റ്റിക്ക് അവിടെ ഉപേക്ഷിച്ച് പോകാൻ തിരിച്ചെന്ന്. നമ്മള് എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്നവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കഫറ്റീരിയ ഉണ്ട്. നല്ല സെറ്റപ്പായിട്ട്
പക്ഷെ അതുകൊണ്ട് മെനൂസ് എല്ലാം ഫ്രഞ്ചിലാണ് എഴുതിയേക്കുന്നത്. ഇതാണ് നമ്മൾ ക്യൂബയ്ക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ഈവൻ റോഡ് സൈൻസ് വരെ ഫ്രഞ്ചിലായിരിക്കും. കഫറ്റീരിയ കൂടാതെ അതുകൊണ്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ പള്ളിയിൽ വരുന്നവർക്ക് വേണ്ട നല്ല രസമുള്ളത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണാം. ഗൈസ്, ഞാൻ ഈ വീഡിയോസ് എടുത്ത് നടക്കുന്നതുകൊണ്ടേ നിങ്ങൾ ഇച്ചിരി ലാഗാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോസ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വരും. വാ, എൻ്റെ അമ്മേ, നല്ല പൊളി വ്യൂ കേട്ടോ. ചില്ലെല്ലാം ഇട്ട് വേണ്ട നോക്കിക്കേ, ഐസ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള വേണ്ട ഒറേറ്ററിയുടെ വ്യൂ കണ്ടോ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? വീടായ ഒരു ഭിത്തി വേണ്ട ഇതുപോലെ ചില്ലിട്ടിട്ട്. ആ, hey, how's the view, guys? Amazing. Let's keep going up. What? Let's keep going up. Let's go. Yeah. ഇല്ല, ഇത് നേർച്ചപ്പെട്ടിയാ. ഇത് നേർച്ചപ്പെട്ടിക്ക് കാർഡ് വെച്ചിട്ട് പള്ളിയിലൊന്നും അപ്ഡേറ്റഡ് ആയിട്ട് വരാത്തതുകൊണ്ട് ലേറ്റസ്റ്റാ. വൈഫൈ ടാപ്പ് നേർച്ചപ്പെട്ടി ടാപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഈ ഇവിടെ കണ്ട സെറ്റപ്പ് ഉണ്ടല്ലോ, ഇത് വേറൊന്നുമല്ല. ഈ കാണുന്ന കോയിൻസ് ഈ പള്ളിയുടെ സെന്റ് ജോസഫ് ഓറേറ്ററിയുടെ സോവനീഴ്സാണ്. അപ്പം നമ്മൾ പൈസ ഇടുമ്പോഴത്തേക്കും ഈ ഇതിന്റെ മെഡാലിയൻസ് അല്ലെ ആ കോയിന്റെ രൂപത്തിലുള്ള ഇതിന്റെ സോവനീഴ്സ് നമുക്ക് കിട്ടും എന്നുള്ള സെറ്റപ്പ്. കുഞ്ഞുണ്ണിട്ട് പൈസ എടുക്കുവാണോ? Yeah. Let's take more. Is it just me? നിങ്ങൾ കണ്ടോ, ഈ തൂക്കിട്ടേക്കുന്നതെല്ലാം നീന നേരത്തെ പറഞ്ഞ വാക്കിംഗ് സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് രോഗശാന്തി കിട്ടിയവരുടെയാണ് ഈ സാധനങ്ങളെല്ലാം തൂക്കിട്ടേക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റപ്പ് എന്നാന്ന് പറയുക, എത്ര ഓർഗനൈസ്ഡ് ആണെന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ എല്ലാം തിരി കൊണ്ട് കുത്തി വെക്കാതെ തിരി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട നമ്മുടെ ഇവിടെ കാണുന്ന ഇവിടെ ആവശ്യത്തിനുള്ള പൈസ ഇട്ടിട്ട് ഓരോ സെഗ്മെൻറ്റിലും പെട്ട പൈസയുടെ ഡിഫറൻസ് ആയിട്ടുള്ള തിരികളുണ്ട്. അപ്പം അത് വേണ്ടതോട് നമുക്കിഷ്ടമുള്ള ഏത് പൈസയുടെ ലാമ്പാണോ അല്ലെ തിരിയാണോ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള പൈസ വിട്ടിട്ട് ഇതിൽ കൂട്ട് ഒരെണ്ണം നേരെ കത്തിച്ചാൽ മതി. ഇതെല്ലാം ഫ്രഷാണ്, ഫ്രീ ആയിട്ടൊന്നും കത്തിക്കാതെ. അപ്പോൾ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, അല്ല എന്ത് ആർട്ടിസ്റ്റിക്കലി ആണ് ഇത് വെച്ചേക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പള്ളികളിലും ചില സമയത്ത് പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ഈ മെഴുക് തൂങ്ങി കിടക്കുന്നതും അതും ഇതൊക്കെ കാണുന്നതിൻ്റെ കുറച്ചുകൂടെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഉണ്ണിമാമൻ എന്നാടാ മേടിച്ചെന്ന്? ഉണ്ണിമാമൻ എന്നാ മേടിച്ചെന്ന്? വാവ്. കാരണം നമ്മുടെ ജോമോനച്ചന് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഇപ്പോൾ ഫ്രീ ആണ്, 2 മണിയാകുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം ജോമോനച്ചൻ പറഞ്ഞ ഒരു ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ വിട്ടുപോവാ. ഞങ്ങൾക്കൊരു മനസ്സിലായില്ല, എന്നാലും ഒരു ഊഹം വെച്ച് വിട്ടുപോവാ. പറ്റുവാണെങ്കിൽ അച്ഛനെ കാണാം. അപ്പോൾ ഇത്രയും വലിയ പള്ളിയുടെ അച്ഛൻ നമ്മുടെ ഒരു മലയാളി അച്ഛനാന്ന് പറയുന്നത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അഭിമാനമല്ലേ. Okay guys. Cheers. We can do this. ചേട്ടാ, നിങ്ങൾ ഫെൻസ് പണിതേക്കുന്നുണ്ടോ? അതിൻ്റെ 2 സൈഡിലും ഒരു ബോക്സ് പോലെ ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ നടുക്കിട്ട് ബ്രിക്സ് ഇട്ട് നിറച്ചേക്കുന്നു. നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? അച്ഛാ, ജോമോനച്ചൻ. അച്ഛാ, ഇതാണ് ജോമോനച്ചൻ. അങ്ങോട്ട് കയറിയപ്പം എന്ത് പറഞ്ഞേ, അങ്ങോട്ടാണ്
ഡൗൺ ടു എർത്ത് മനുഷ്യനാണ് അല്ലേ, സമ്മതിക്കണം. പിങ്കി മോന് ഫസ്റ്റ് ഓണത്തിന് ഉണ്ടായിരുന്നു 28 പറഞ്ഞുണ്ടല്ലോ, 28 26 27 എങ്ങാണ്ട് പെൺപിള്ളേർക്ക് നൂലുകെട്ട് പോലെ അതിന് ഉണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചാ തുടങ്ങിയത്. അങ്ങനെ എല്ലാത്തിനും അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ ഏഞ്ചൽ പ്രിൻസസിനെ. അങ്ങനെ ജോമോനച്ചനെ കണ്ടു, സെന്റ് ജോസഫ് ഓറട്ടറി കണ്ടു. അടിപൊളിയായിരുന്നു അല്ലേ അച്ഛൻ? എന്ത് അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനേക്കാളുപരി ചന്തയിൽ ചെന്നാലും മലയാളി ഉണ്ടെന്ന്. ഇത്രയും വലിയ പള്ളിയിൽ നമ്മുടെ അച്ഛൻ, മലയാളി അച്ഛൻ. അപ്പൊ ഇനി അടുത്ത പരിപാടി തന്നെ നമ്മുടെ മോൺട്രിയൽ സ്മോക്ഡ് മീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അതാണ് ഒരു ഫേമസ് ഇതാ സംഭവം, സ്മോക്ഡ് മീറ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്മോക്ഡ് മീറ്റിന്റെ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് പോർട്ടിലോട്ട് പോകും. ലെറ്റ്സ് ഗോ. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മോൺട്രിയൽ സ്മോക്ഡ് മീറ്റിന്റെ ഒരു സാൻഡ്വിച്ച് കഴിക്കാനാണ്. മോൺട്രിയൽ സ്മോക്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിസ്ക്കറ്റ് ഇല്ലേ, നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് ഒരു സ്പെഷ്യൽ ക്യൂറിംഗ് മെത്തേഡ് വെച്ച് സോൾട്ട് ആൻഡ് സ്പൈസസ് ചെയ്ത് സ്മോക്ക് ചെയ്യുന്ന ഒരു ഇതാ. അതിങ്ങനെ ഒരു ബോണേന്ന് എടുത്ത് ഇങ്ങനെ കുലിക്കുക, ഇങ്ങനെ പൊടിഞ്ഞു വീഴും. ഉപ്പും കുരുമുളകും ചില സ്പൈസസും ഇട്ട് സ്മോക്ക് ചെയ്യുന്നതായത്. നമ്മുടെ പാരീസിലുള്ള ഒരു പിന്നെ നമ്മുടെ ആലീസ് ബെഞ്ചമിൻ, ഡോക്ടർ ആലീസ് ബെഞ്ചമിന്റെ അടുത്തോട്ട് പോകുന്നത് ഇതുവഴിയാ. നമ്മള് കുഞ്ഞിനെ അപ്പോയിന്റ്മെന്റിന്. അങ്ങനെ ശരിക്കും സമ്മർ ഇവിടെ ശരിക്കും കാണേണ്ടതാണ്. അതായത് ഇവിടുത്തെ സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചേട്ടാ, നമ്മുടെ കാനഡയുടെ മറ്റ് ഏരിയകളിലൊക്കെ ഒരു കൂടുതൽ ഇംഗ്ലീഷ് കൾച്ചർ അല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ കറക്റ്റ് ഇവിടെ വരുമ്പോ ഫ്രഞ്ച് എന്നുള്ളതിനേക്കാൾ ഒരു യൂറോപ്യൻ സെറ്റപ്പില് നമുക്കൊരു രസവും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ. ഈവൻ സമ്മറിലാണെങ്കിലും നമുക്ക് ആ യൂറോപ്പിന്റെ വൈബാ. അതുപോലെ വഴികളാണെങ്കിലും വീടുകളാണെങ്കിലും ഈവൻ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു. ആശുപത്രിയിൽ അപ്പോയിന്റ്മെന്റ് ആൽബിന്റെ, ഞാനേ കൊച്ചിനെ വയറും വെച്ച് ആൽബിന്റെ കാറയില് അപ്പോയിന്റ്മെന്റിൽ പോകുന്ന ഡോക്ടറിന്റെ അടുത്ത് പോകുന്ന വഴിയായത്, ആലീസ് ബെഞ്ചമിന്റെ അടുത്ത്. എനിക്കൊന്നും അറിയത്തില്ല, ആൽബിന്റെ കൂടെ വണ്ടിയിൽ ഇരുന്ന് അപ്പോയിന്റ്മെന്റിന് പോവാ. പക്ഷെ ഈ സ്ഥലമൊക്കെ ഞാൻ ഒത്തിരി ഇമോഷണൽ ആ സമയത്ത്, നമ്മൾ മനസ്സിലായ ഒറ്റയ്ക്ക് ഓരോ സ്ഥലവും ഐ ക്യാൻ റിമെമ്പർ. അത് പുള്ളിക്കാരിയുടെ അതിന്റെ അവിടെ പാർക്കിംഗ് ഇല്ല, പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഓ മൈ ഗോഡ്. പിന്നെ ഇതിന്റെ ഒരു പോഷ് ഏരിയയിലാണ്. അപ്പം എന്റെ വിഷമവും സങ്കടമൊക്കെ അവന് മനസ്സിലാവില്ല ആൽബിന്. കുറെ അടിപൊളി വീടുകളുള്ള സ്ഥലമുണ്ട്. അപ്പം പറയും ചേച്ചി ആ വഴി കൂടെ കൊണ്ടുപോകാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അതുവഴി കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും ആൽബിൻസ് വീടുകളൊക്കെ. അതിലൊരു വലിയ മുട്ടം കൊട്ടാരം പോലുള്ള വീട് ആലീസ് ബെഞ്ചമിന്റെ വീട്. ഇവിടുത്തെ എന്തോ വലിയ നോബൽ പ്രൈസ് പോലത്തെ എന്തോ ഒരു പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. ഗൈനക്കോളജിയുടെ ഏറ്റവും വലിയ അവാർഡോ അങ്ങനെ സ്നോ ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും, കയറ്റം ഇറക്കും അല്ലേ. പിന്നെ ടയർ കിടന്ന് കറങ്ങും. നമ്മള് പ്രാർത്ഥിക്കും കർത്താവേ പുറകിലേക്ക് ഉരുണ്ടു പോകല്ലേ. പക്ഷെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, കറക്റ്റ് ഫ്രെയിമിലാ പാറൂസ് അത് കൊണ്ടുവന്ന കേട്ടോ. കാരണം പിങ്കിമോൻ ആ പ്രായത്തിൽ പാറു ഉള്ളതാ അല്ലേ. പാറൂസിന്റെ മെമ്മറി എങ്ങനെയായിരുന്നു? പിങ്കിമോൻ എത്ര പ്രായം ഉള്ളപ്പോഴാ പാറൂസ് വരുന്നത് കാണുന്നത്? ഒരു 2.5 months, 2.5 മാസം അത്രേ ഉള്ളൂ. അന്നേരമാണ് പാർവതി ആദ്യമായിട്ട് വരുന്നത്. നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞുടുപ്പൊക്കെ ആയിട്ടാ വരുന്നത്, 2 കുഞ്ഞുടുപ്പും അങ്ങനെയൊക്കെ ആയിട്ടാ വന്നത്. പാറുവാണ് കുഞ്ഞു ഇതൊക്കെ കണ്ണും ആദ്യം എഴുതി കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല ഈ കണ്ണും പിരികും ഒക്കെ എഴുതി കൊടുക്കാൻ. ഈ ഡെക്കറേഷൻ ഒരു അങ്ങനത്തെ ഒരു സാധനം ഇട്ടൊരു പടമുണ്ട്. ഒറ്റ പ്രാവശ്യം അവർക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം. അതെനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കാരണം അങ്ങനെ ഒരു ഫോട്ടോ വേണമല്ലോ. നമ്മുടെ നാട്ടിലെ ഡേഞ്ചറസ് ലുക്കിംഗ് പിള്ളേരില്ലേ ഇങ്ങനെയൊക്കെ വെച്ച് അതെല്ലാം ചെയ്തു. ബെഞ്ചമിന്റെ ഇതിന് പോകുന്നത് ആ വഴി.
മഗിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാ, മഗിൽ യൂണിവേഴ്സിറ്റി. മഗിൽ അവിടെയാണ് നമ്മുടെ ആൽബിൻ ജിൽസൺ പഠിച്ചത്, ആലീസ് ബെഞ്ചമിൻ അവിടെയാണ് പഠിച്ചതും ഇപ്പൊ പ്രൊഫസർ ആയിട്ട് ഉള്ളത്. അങ്കിളിന്റെ ആന്റിയുടെയും ഇളയമോൻ മോളെ പഠിച്ചത് അവിടെയാണ്, മഗിൽ. വഴി കൂടെ പോകണം. ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടി ഒരു വഴി മാറിപ്പോയ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണുന്നു. അല്ല അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞു. Angel Princess, did you see that? Kunjundi, did you see that? See? Yeah, that's skiing, mama. That's skiing. Idenda പോകുന്നു. Look. വിന്റർ ആക്ടിവിറ്റീസിന്റെ ഏരിയ ഇവിടെ ഏതാണ്ട് അവിടെ കാണുന്നത് സ്കേറ്റിംഗ്, അതിനപ്പുറത്ത് നമ്മൾ സ്കീയിങ്ങും ടൊബാഗനിങ്ങും കണ്ടോ സ്കേറ്റിംഗ് റിംഗ് ഫ്രീ ഓപ്പൺ ആക്കിയിട്ടേക്കുക, കണ്ടോ പാർക്കിനകത്ത്. ഞങ്ങളെന്നാ മാറാം. അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ കട വന്നപ്പോഴത്തേക്ക് അവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ഞങ്ങൾക്കിപ്പോ കയറി ഇറങ്ങിയതായിരുന്നു മെയിൻ കട. അപ്പൊ അവിടെ അടുക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ഇപ്പറേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. എന്തായാലും ഓർഡർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഹൈപ്പിനുള്ളതുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് നേരിട്ട് നോക്കാം. എന്തായാലും മോൺട്രിയിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് ഇവർ പറയുന്നത്. ഇത് കണ്ടോ, ചുമ്മാ $15 അടുക്കി വെച്ചേക്ക്. ഒരു 10 ലെയർ ഉണ്ട് മീറ്റിന്റെ. ഇതാണ് $15 സാധനം എന്ന് പറയുന്നത്. സാൻഡ്വിച്ച് കഴിച്ചാൽ സത്യമായിട്ട് ഇങ്ങനെ കഴിക്കണം. ചെവന്മാരൊക്കെ ചുമ്മാ ഉണുന്ന സാധനം. കണ്ടില്ലല്ലോ ചേട്ടൻ. ഞങ്ങൾ ആദ്യം പോയി, അത് ഡൈനിങ് അവിടെ നിക്കാൻ പോലും സ്ഥലമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോ ഒന്നുമില്ലേ, ഡോറൊന്ന് തുറന്നു കഴിയുമ്പോ ബോന്ന് പറഞ്ഞൊരു ആരവം. ഒരു പള്ളി പെരുന്നാളാണ്. 100-150 പേര് കുറയ്ക്കാതെ പോയി കണ്ടിട്ടോ. ഓറഞ്ചും വൈറ്റും കൂടെ ഉള്ള ഡോറൊന്നൊക്കെ തുറക്കണം. പിങ്ങോനെ കാണണോ? കഞ്ഞിയുണ്ട്. പോരെന്നാലും പുട്ടീന്റെ അത്ര അല്ല, പുട്ടീൻ വേറൊരു ടേസ്റ്റ്. ബട്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സ്മോക്ഡ് മീറ്റും എല്ലാം കൂടി ഇട്ട് ആ പെപ്പറും എല്ലാം കൂടി ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാ. ഇതിനെ ഒന്ന് എടുത്തേ ഫോട്ടോ ആദ്യം. കണ്ടോ, നല്ല പൊക്കത്തിലാ മീറ്റ് വെച്ചേക്ക് മുഴുവൻ. ഇത് കണ്ടോ, നല്ല തിരക്കല്ലേ, ഫുള്ള് തിരക്കായിരുന്നത്. ചേട്ടാ അടുത്തോ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. മീറ്റിൽ ഇതൊന്ന് പപ്പേ, മീറ്റ് കണ്ടോ വെച്ചേക്കുന്നത്, നിറച്ച് തകർത്തേക്കുവാ മീറ്റ് വെച്ച്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറഞ്ഞു. Oh my God, take this video. The layers of meat. കടിക്കേ. How is it? എന്തോ അത് മീറ്റാ, ബ്രിസ്ക്കറ്റ് ചെന്തിച്ചെടുത്തേക്കുവാ. ഇങ്ങോട്ട് വാ, ആടിപ്പോളി. Oh my God. നമ്മട്ട് പാരുന്നുണ്ട്. ഞാൻ കുത്തി തരാം. പിന്നെ കോപ്പ് കേറാത്ത ഇങ്ങോട്ട് കേറില്ല. അത് കിട്ടി. അത് അടിച്ച ലോട്ടറി. How's it, Jay? Really tasty. മോൺട്രിയൽ സ്മോക്ക് മീറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല. ഇതിനകത്തോട്ട് നോക്കാം. തുറന്നതും കണ്ടു, തീർന്നതും കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു.
ആണ്ട് അടുത്ത സാൻഡ്വിച്ച് എടുത്ത് കൈ പിടിച്ചേക്കുന്നത് എന്നാ പറയാനാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന സാധന. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് വരെ കാണുന്നത്. സാൻഡ്വിച്ചുകളെ അപേക്ഷിച്ചിട്ടേ നമ്മളിപ്പോ കഴിച്ച സാൻഡ്വിച്ചിന്റെ ഭംഗി എന്താണെന്നറിയോ? അവരും ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ കാണിച്ചു തരുമല്ലോ, ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്തേക്കണോന്ന്. പക്ഷെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായത് ഇങ്ങനെ അടുക്കി വെച്ചേക്കണ പോലെ ഇങ്ങനെ. എന്തോരം ബീഫ് അതിൻ്റെ അകത്തുള്ളത്, നിറച്ചുണ്ട്. ഒരു ഫുഡ് സ്ഥലം കഴിച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പിന്നെ പറയാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വൻപിച്ച വിജയമാണ്. മനസ്സിലായോ? ചുമ്മാ നശിപ്പിച്ചിട്ടില്ലെന്ന്, അടിപൊളി ചുക്കും കുരുമുളകും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് നമ്മള് മോൺട്രിയലിന്റെ ഓൾഡ് ബോട്ടിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. $25 എവിടെ കയറുന്നതിന്? വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. $25 ഉണ്ട് ഇവിടെ. വേണം എവിടെ യു ടേൺ എടുക്കാൻ പറ്റുമെങ്കിൽ അടിച്ചു. നല്ല സൂപ്പർ ഐഡിയ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഓൾഡ് ബോട്ട് അല്ലേടാ? രാത്രി വരാൻ ഭയങ്കര ഭംഗിയാ ഇവിടെ കേട്ടോ. മോൺട്രിയലിൽ കിടിലൻ ചില വണ്ടികളുണ്ട്. ഞാൻ നമ്മുടെ ജീപ്പ് എടുക്കാൻ കാരണം തന്നെ പണ്ട് ഇവിടെ മോൺട്രിയലിൽ വന്നപ്പോഴത്തേക്ക് ഒരു അപ്പാപ്പൻ മറ്റേ ടോപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ മറ്റേ കട്ട്ചേസ് കൊണ്ടുപോകില്ലേ, കട്ട്ചേസ് അല്ല, ടോപ്പേ ഇല്ല, വലിയ ടയറൊക്കെ ഇട്ടിട്ട് പുള്ളി ഇരുന്ന് ഒരു സ്ലീവ്ലെസ് ബനിയനും ഇട്ടിട്ട് നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പനാ. ഒരു മിനിമം 60 വയസ്സുണ്ട്. പറപ്പിച്ചങ്ങ് പോകും. അന്ന് ഞാൻ തീരുമാനിച്ച ജീപ്പ് നമുക്ക് വേണം. കാർ നമ്മളെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക സ്ട്രീറ്റിൽ കൂടെ. അങ്ങനെ കറക്കത്തിന്റെ ഇടയിൽ ഒരു കാപ്പി മേടിക്കാൻ വേണ്ടി വെറുതെ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു മോട്ടറിലേക്ക് ഡ്രൈവൊക്കെ? കിടിലം പറഞ്ഞ വിഷ്വൽസ് ഒക്കെ കിട്ടിയാണ്. പിന്നെ അല്ല പൊളിക്കും. അപ്പം നമ്മൾ 2 ചായയും ഒരു കാപ്പിയാണ് പറഞ്ഞേക്കുന്നത്. താങ്ക് യു. നമ്മളൊരു ജപ്പാനീസ് ക്വസ്റ്റ്യൻ പോകാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ 6 o'clock അത് ബുക്ക് ചെയ്തേക്കുന്നത്. സോ ഇവിടെ 4 o'clock ആയതേ ഉള്ളൂ. പിള്ളേർ 2 ഉറങ്ങുവാണ്. സോ നമ്മൾ അടുത്തത് നോത്രദാം ബസിലിക്കയിലോട്ട് പോകാമെന്നാണ്. ഞാനിപ്പോൾ അഡ്രസ്സ് ഉണ്ണിച്ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാരഥി ഇപ്പം വണ്ടി എടുക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് നോത്രദാം ബസിലിക്ക ഓഫ് മെമ്മോറിയൽ അല്ലേ? ഓക്കെ, ഞാൻ എടുത്തു.
ഇത്രയും നേരം കണ്ട സ്ട്രീറ്റ് വ്യൂസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അസാധ്യം എന്ന് പറഞ്ഞ അസാധ്യം. പൊളിയാണ്. നമുക്ക് ഈ പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങി കാണാൻ പറ്റത്തില്ല, അവര് കിടന്ന് ഉറങ്ങുകയാണ് അവരെ പറ്റി. പക്ഷെ ഈ ഡ്രൈവ് ചെയ്യുന്ന ഉണ്ണിച്ചേണ്ട ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒട്ടും മടുപ്പും വെറുപ്പും ഇല്ലാതെ വഴക്കുണ്ടാക്കാതെ അവിടെ ഇവിടെ കുത്തിക്കീറുക എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊന്നും പറയാതെ കുത്തി കുത്തി പറയുന്ന പോലെയാണല്ലോ. ഉണ്ണിച്ചേട്ടാ ഉമ്മ ഞാൻ സത്യമായിട്ട് പറഞ്ഞ കണ്ടോ കേട്ടോ. അങ്ങോട്ട് നോക്ക് കണ്ടോ. ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു കിഡിലം പള്ളി ഉണ്ട് അതിൻ്റെ മുമ്പിൽ നിർത്തിയതാട്ടോ. ഇത് ഏതാ കിട്ടണമെന്നൊന്നും അറിയത്തില്ല, ഞാനൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കട്ടെ. പക്ഷേ ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നു. പക്ഷെ സംഭവം നല്ല കിഡിലൻ ഒരു ഐറ്റം. നോക്കിക്കേ എന്ത് രസമാണ് നോക്കിക്കേ. ഈ മരം കണ്ടോ. ഏതൊക്കെ പോരാണ്. ഒരു അടിപ്പ സ്ഥലം കണ്ടുവച്ചു. കുഴപ്പമില്ല, ഒന്നുകൂടെ പോയാലും കുഴപ്പമില്ല ഉണ്ണിച്ചേട്ടാ. എനിക്ക് സന്തോഷം, ഒന്നുകൂടെ പൊക്കോ വേണേ. ഓ അങ്ങനെ വേണ്ട, നമ്മള് നോത്രദാം പള്ളിയുടെ മുമ്പിലാണ് എത്തിയാക്കുന്നത്. അടിക്കുന്ന ശബ്ദം കേട്ടോ. ആയിക്കോട്ടെ, ചാമ്പിക്കോ. ഇവിടെ എവിടെയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം അല്ലേ ഉണ്ണിച്ചേട്ടാ? ഉണ്ണിച്ചേട്ടാ അങ്ങനെ നോത്രദാം എന്നാ സെറ്റല്ലേ, സത്യമായിട്ടും എന്നാ സെറ്റപ്പാ അല്ലേ, സംഭവല്ലേ. ഓ മൈ ഗോഡ്, ദേ നമ്മുടെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് നോത്രദാം പള്ളിയുടെ ഫ്രണ്ട്. എന്ത് രസമാണ് നോക്കി. നമുക്ക് അകത്ത് കയറാം അല്ലേ ഉണ്ണിച്ചേട്ടാ? പക്ഷെ ഇതിന് ടിക്കറ്റ് ഉണ്ടോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. പക്ഷെ ഇതിന്റെ മുമ്പിൽ കുറേ അടിപൊളി ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എന്തോ ഒരു ലൈറ്റിന്റെ സെറ്റപ്പ് ചെയ്തു വെച്ചേക്കണം ഉണ്ണിച്ചേട്ടാ. നാടും നഗരവും മുഴുവൻ ഇതാ. എന്ത് വൈബാ അല്ലേ. എങ്ങനെയുണ്ട് ഉണ്ണിച്ചേട്ടാ മോൺട്രിയൽ? ഒന്ന് പറഞ്ഞേ. അമേസിംഗ് അല്ലേ, ഒന്നും പറയാനില്ലല്ലോ. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ട് കളർഫുള്ളാ, അതാണ് ഏറ്റവും ഭയങ്കര കളർഫുൾ. കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ലൈറ്റ്സാ. അതെ, ഇത് ക്രിസ്മസ് പ്രമാണിച്ച് മാത്രം ഇട്ടേക്കണതാണോ? എന്തായാലും ഈ സമയത്തും കൂടെ വന്നില്ലെങ്കിൽ ഇത് മുഴുവൻ അഴിച്ചോണ്ട് പോയാൽ വരും. സത്യമായിട്ടും അത് ഒരു ചീപ്പ് ലുക്ക് ഒന്നുമല്ല, നല്ല കിഡിലൻ ആർട്ടിസ്റ്റിക്കാ സംഭവം. ബൈ ദ വേ ഇതാണ് നമ്മുടെ പള്ളിയുടെ മുമ്പ്. പക്ഷെ അകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. നമ്മുടെ അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഞങ്ങൾ വന്ന് പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം നോത്രദാം തന്നെ ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല. കാരണം കയറി കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് നോത്രദാമിൻ്റെ ഉള്ളിൽ പോയി കാണാം അല്ലേ. നമുക്ക് പോയാലോ അങ്ങോട്ട്? ഇതെന്തുവാണ് ഇത്? എങ്ങനെയുണ്ട്? മറ്റേത് കഴിക്കാൻ പറ്റുമോ? എന്തുവാണ് ഇത്? ഇതാണ് സംഭവം, ജപ്പാനീസ് ചോപ്പ. ചേട്ടാ ഒരു ഇച്ചിരി ഒരു സ്പൂണ്, ഒരു കുഞ്ഞു സ്പൂണ് മധുരത്തിനോട് അങ്ങനെ
അങ്ങനെ ഒരു കിടിലൻ റോഡ് ട്രിപ്പിന് ശേഷം പോണ്ടിയിൽ മൊത്തം കറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഫാൻസി ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എത്തിയേക്കുക. അകത്ത് കയറി ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. അങ്ങനെ വേണ്ട ഇതാണ് നമ്മൾ വന്നേക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് കേട്ടോ. നല്ല കിടിലൻ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് മെനു നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ കോക്ടെയിൽ മെനു കൂടെ നോക്കുമായിരുന്നേ. അപ്പോൾ വേണ്ട സാക്കി ബേസ്ഡ് ആയിട്ടുള്ള കോക്ടെയിൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മിക്കവാറും അതിൻ്റെ വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാക്കിയാണ് ജപ്പാൻ്റെ ഒറിജിനൽ ഡ്രിങ്ക്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള കോക്ടെയിൽ ആയിരിക്കുമല്ലോ നമ്മൾ ജാപ്പനീസ് ബേസ്ഡ് റെസ്റ്റോറൻറ്റ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. എൻ്റെ മോനെ 4 കിടിലൻ ഡ്രിങ്കുകളാണ്. റോസാപ്പൂവിന്റെ പൊടി, സ്ട്രോബെറി അല്ലേ? Okay, now. ഇതൊക്കെ നമ്മള് ബർത്ത്ഡേ ഗേളിന് നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്കും. അത് തന്നെ. ബർത്ത്ഡേ തീർന്നില്ലേ? നമ്മള് ഷെയർ ചെയ്യുന്ന ഹാപ്പി ബർത്ത്ഡേ പാറു. ആദ്യത്തെ സ്റ്റെപ്പ് പാറു എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തരണമെന്നാണ്. ഇതാ റോസാപ്പൂവിന്റെ ആ ടേസ്റ്റ് കിട്ടി. What does rose taste like? Yeah, it is taking you somewhere. ആണോ? Oh, then maybe I will also try it. No, പപ്പയുടെ ഒരു ഫ്ലേവർ. ഗാർഡൻ. ഇതിലും വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും ഈ ജാപ്പനീസ് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് എന്നാണെന്നറിയോ? ഇവരുടെ ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ. ഇതിൻ്റെ അകത്ത് വലിയ കുക്കിങ്ങോ ഇൻഗ്രീഡിയൻസോ ഇല്ല. വളരെ റോ ആയിട്ടുള്ള ബേസിക് സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഓരോന്നും കണ്ടോ ആർട്ടിസ്റ്റിക്കലി സമയമെടുത്ത് വളച്ച് പുളച്ച് ഇവരുണ്ടാക്കുന്നത്. ഹോട്ട് ഉണങ്ങിയതുപോലെ സ്ട്രോബെറിയുടെ പീസ് ഉണങ്ങിയിട്ടേക്കും. സത്യം. അപ്പം ഫുഡാണേലും ഡ്രിങ്ക്സ് ആണേലും ഞങ്ങൾ 4 പേരും 4 വെറൈറ്റി ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാനും അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ്. ഞങ്ങൾ 4 പേരെ അതുകൊണ്ട് പണ്ട് പോലെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഞാൻ ഈ പറഞ്ഞായിരുന്നു ഏറ്റവും നന്നായത്. ഇത് ഞാൻ പണ്ട് നേരത്തെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെ പറഞ്ഞു. വളരെ നന്നായിരുന്നു. ഇത് ഈ മുകളിലിരിക്കുന്ന സാധനം എന്നാണെന്നറിയാം? അപ്പോൾ അതേണ്ട നമ്മുടെ ആദ്യത്തെ ഓർഡർ ചെയ്തിട്ടുള്ള സഷിമി പ്ലാറ്റർ വന്നിരിക്കുകയാണ്. Taste it. എൻ്റെ ഓരോരോ സാധനങ്ങൾ അത് വെച്ച് ഉണ്ടാക്കി ചൂടാക്കി കൊടുക്കണ്ട കേട്ടോ. ഇത്രയേറെ കാശ് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കണ്ട. അല്ല, അത് റൈറ്റ് ഇതില്ല. ഒത്തിരി നേരം വെക്കുന്നില്ല, നേരെ വെക്കുന്നു എടുക്കുന്നു അത്ര. ഈ ഗ്രൂപ്പിന്റെ കുശിനിക്കാരിയായി തൽക്കാലം നമ്മുടെ നീനൂസ് കയറിയിരിക്കുകയാണ്. അടിപൊളിയാ. Noodles. I am a mess sushi fan, so let's see if I like it or not. അടിയിൽ ആ നൂഡിൽസ് ഇടുന്നതിന് അടിയിലായിട്ടല്ലോ ചെന്ന് പൊക്കിയിട്ട് അതിന് അടിയിലിടും. മോനെ കുളിക്കാൻ എടുത്തേ.
പാറു സാധ്യമായ സഷിമി ട്രൈ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ടോ? നോട്ട് ബാഡ്. ഉണ്ണിച്ചേട്ടൻ ആദ്യമായിട്ടല്ലേ? എങ്ങനെയുണ്ട്? I like it. First time in the life experiencing Japanese food. It was nice. That's Different a nice Yeah. good food. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ കൊച്ചു മോൺട്രിയൽ ട്രിപ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഒത്തിരി സാധനങ്ങളൊന്നും കുത്തിക്കയറ്റിയില്ല. ലൈക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് താമസിച്ചു എന്ന് പറഞ്ഞൊന്നും ഓടിയില്ല. കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ എല്ലാം ആവശ്യത്തിന് സമയം എടുത്ത് പോകാനും കാണാനും നമ്മൾക്ക് പറ്റി. അപ്പം നല്ല അടിപൊളിയായിരുന്നു. എന്ത് പറയുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. നമ്മളെല്ലാരും എൻജോയ് ചെയ്തു. Me too. Enjoy. Yes. What did you enjoy? Everything. Food. Food. അപ്പോൾ പതിവ് പോലെ പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.